പാട്ടത്തെ കിളിക്കൂടിലെ ഒരു അപ്കം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് നിധിയുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായി തീരുമാനിക്കുന്നു. എല്ലാവരും ഉറങ്ങിയതിനു ശേഷം സുധീഷ് കേക്കും മെഴുകുതിരിയും എല്ലാം വളരെ മനോഹരമായി സെറ്റ് ചെയ്യുന്നു. 11:45 ഉറങ്ങിക്കിടക്കുന്ന സുഭാഷേട്ടനെയും ഹരീഷിനെയും നികേഷിനെയൊക്കെ സുധീഷ് തട്ടി വിളിക്കുകയാണ്. സുഭാഷേട്ടൻ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുന്നുണ്ട്. എന്നാൽ നികേഷും ഹരീഷൊന്നും എഴുന്നേൽക്കണില്ല. സുധീഷ് എടാ നികേഷ് ഹരീഷ് എഴുന്നേൽക്കടാ പ്ലീസ് ഒന്ന് എഴുന്നേൽക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷിന് ഒരു ചവിട്ടങ്ങ് കൊടുക്കുന്നുണ്ട്. ആ വേദനയിൽ ഹരീഷ് അങ്ങ് എഴുന്നേൽക്കുകയാണ്. എന്താടാ നീ ചെയ്യുന്നത്? ഈ നട്ടപ്പാതിരയ്ക്ക് നീ എന്നെ വേദനിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, നിനക്ക് വേദനിക്കണം, വേദനിച്ചാൽ മാത്രമേ നീ ഉറങ്ങാതിരിക്കൂ. എടാ കണ്ണൊന്ന് തുറക്ക്, ചുറ്റുമൊന്ന് നോക്ക് എന്ന് പറയുമ്പോൾ ഹരീഷും നികേഷും ഒക്കെ കണ്ണ് തുറന്ന് നോക്കുവാണ്. അപ്പോഴാണ് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നതും കേക്കും മെഴുകുതിരിയൊക്കെ അവർ കാണുന്നത്. ഇതെന്താണെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. എടാ 12 മണി കഴിഞ്ഞാൽ നമ്മുടെ നിധിയുടെ ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമാവുകയാണ്. ഇതൊക്കെ ആരാ ചെയ്തതെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. നിധിക്ക് വേണ്ടി ഞാനല്ലാതെ വേറെ ആരാ ഇതൊക്കെ ചെയ്യാനുള്ളത്? അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തത്. നിങ്ങളെല്ലാവരും പെട്ടെന്ന് ചെന്ന് മുഖമൊക്കെ കഴുകിയിട്ട് വാ. കറക്റ്റ് 12 മണിയാവുന്ന സമയത്ത് നമുക്ക് നിധിയെ വിളിക്കാം. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് 3 പേരും മുഖം കഴുകി വരുവാണ്. നികേഷ് കേക്കിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കുവാണ്. 2 കേക്കുണ്ട്. 2 ഹാപ്പി ബർത്ത്ഡേ നിധി എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു കേക്ക് നോർമൽ കേക്കാണ്, മറ്റൊന്നിൽ ഹാർട്ടിൻ്റെ ചിഹ്നമുണ്ട്. ഇതെന്താ സുധീഷേട്ടാ 2 കേക്കെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് നമ്മൾക്ക് 4 പേർക്കും കൂടി കൊടുക്കാനുള്ളതാണ്. പക്ഷേ ഈ ഹാർട്ടിൻ ആയിട്ടുള്ള ഈ ഒരു കേക്കുണ്ടല്ലോ, ഈ മനോഹരമായ കേക്ക്, ഇത് എൻ്റെ സ്പെഷ്യലാണ്. ഞാൻ മാത്രം അവൾക്ക് കൊടുക്കാനുള്ളതാണ്. ഇതിലെൻ്റെ സ്നേഹമുണ്ട്, അത് അവൾ തിരിച്ചറിയും. 12 മണിയായല്ലോ സുധീഷേട്ടാ, ഞാൻ ചെന്ന് ഏട്ടത്തിയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് റൂമിനടുത്തേക്ക് നടക്കുകയാണ്. പെട്ടെന്ന് സുധീഷ് നികേഷിൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. ഏയ് വേണ്ട വേണ്ട, നീയല്ല വിളിക്കേണ്ടത്, അവളുടെ ഹസ്ബൻഡ് ഞാനാ, അവളുടെ ലവർ ഞാനാ, അതുകൊണ്ട് ഞാനാണ് അവളെ വിളിക്കേണ്ടത്. നീ ചെന്ന് വിളിച്ചാലേ ഇതെല്ലാം ചെയ്തത് നീയാണെന്ന് അവൾ കരുതും. ഇതെല്ലാം ചെയ്തത് ഞാനല്ലേ, അപ്പം ഞാൻ ചെന്ന് വിളിക്കുമ്പോൾ അവൾക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ടാവും. അങ്ങനെ സുധീഷ് നിധിയുടെ റൂമിൻ്റെ ഡോറിൽ തട്ടി, നിധി എഴുന്നേൽക്ക്, നിധി ഒന്ന് ഡോറ് തുറക്കൂ എന്ന് പറയാണ്. പെട്ടെന്ന് സുധീഷിൻ്റെ വിളി കേട്ട് നിധി എഴുന്നേൽക്കുന്നുണ്ട്. ആരാണ് വിളിക്കുന്നതെന്നറിയാതെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കുകയാണ് നിധി എഴുന്നേൽക്ക്, നിധി ഒന്ന് ഡോറ് തുറക്കുക എന്ന് സുധീഷ് വീണ്ടും പറയുന്നുണ്ട്. അപ്പോഴാണ് സുധീഷാണ് വിളിക്കുന്നതെന്ന് നിധിക്ക് മനസ്സിലാവുന്നത്. പെട്ടെന്ന് ചെന്ന് ഡോറ് തുറക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ നിധി എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൂക്കൾ നിധിക്ക് കൊടുക്കുന്നുണ്ട്. നിധിക്ക് വളരെ വലിയൊരു സർപ്രൈസ് തന്നെ ആയിരിക്കുകയാണ്. ചിരിയോടുകൂടി സുധീഷിൻ്റെ കയ്യിൽ നിന്നും ആ പൂക്കൾ മേടിച്ച് നിധി ചോദിക്കുന്നുണ്ട്, സുധീഷ് നിനക്കിതെങ്ങനെ അറിയാം? ഇന്നെൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് കേട്ടതും സുധീഷ് പറയുന്നുണ്ട്, അതെല്ലാം എനിക്കറിയാം, നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് വിളിക്കുകയാണ്. ഹാളിൽ വന്നതും കേക്കും മെഴുകുതിരികളും എല്ലാം കണ്ടപ്പോൾ നമ്മുടെ നിധിക്ക് കൂടുതൽ സന്തോഷമാവുന്നുണ്ട്. നിധിക്ക് ഒന്നും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചുറ്റും നോക്കുന്നുണ്ട്. സുഭാഷേട്ടൻ പെട്ടെന്ന് ഹാപ്പി ബർത്ത്ഡേ നിധി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊടുക്കുന്നു. ഹരീഷും നികേഷും രണ്ടാളും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് വിഷ് ചെയ്യാണ്. താങ്ക് യു എന്ന് പറയുന്നുണ്ട്. 2 കേക്ക് കണ്ട് നിധിയും ചോദിക്കുന്നുണ്ട്, ഇതെന്താ 2 കേക്ക്? അപ്പോൾ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, ഈ ഒരു കേക്ക് ഞങ്ങളുടെ 4 പേരുടെയും വക, പക്ഷേ ഇതുണ്ടല്ലോ ഇത് സ്പെഷ്യലാണ്, ഇത് ഞാൻ നിനക്ക് വേണ്ടി മാത്രം വാങ്ങിയതാണ്, ഇത് മുഴുവനായിട്ടും നിധി നീ കഴിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ മാത്രമായിട്ടോ, അതെങ്ങനെ, എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറയുമ്പോൾ, കഴിച്ചേ പറ്റൂ, നിന്നെക്കൊണ്ട് കഴിയും, ഇത് ഒരു ചെറിയ കേക്കാണെന്ന് സുധീഷ് പറയുന്നുണ്ട്. സുധീഷേട്ടാ 12 മണിയായി, ഇനി കേക്ക് മുറിക്കാമെന്ന് നികേഷ് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ നിധി കേക്ക് മുറിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. മറ്റുള്ളവരെല്ലാവരും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ് ചെയ്യുകയാണ്. അങ്ങനെ നിധിക്ക് വളരെ സന്തോഷത്തോടെ കേക്ക് കട്ട് ചെയ്ത് ആദ്യം നമ്മുടെ സുധീഷിനാണ് കൊടുക്കുക എന്നാണ് സുധീഷ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിധിയുടെ കേക്ക് പിടിച്ചുള്ള ആ വരവ് കണ്ട് തൻ്റെ വായിലേക്ക് അത് വെച്ച് തരും തന്നെയാണ് സുധീഷ് ചിന്തിക്കുന്നത്. പക്ഷേ പ്രതീക്ഷകൾക്കപ്പുറം പെട്ടെന്ന് നിധി അത് അവൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത്. അയ്യോ, അങ്ങനെ നമ്മുടെ സുധീഷിന് വളരെ വിഷമം തോന്നുവാണ്. അടുത്തതായി നിധി ഒരു പീസ് കേക്ക് എടുത്ത് നമ്മുടെ നികേഷിന് കൊടുക്കുവാണ്. അത് അവളുടെ കുഞ്ഞനിയനായതുകൊണ്ട് തന്നെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് വളരെ അസൂയയോടും കുശുമ്പോടും കൂടി നമ്മുടെ സുധീഷ് നോക്കി നിൽക്കുകയാണ്. അതുപോലെ സുഭാഷേട്ടനും ഹരീഷിനും ഒക്കെ കേക്ക് കൊടുത്ത് എല്ലാവരും സന്തോഷത്തോടെ കഴിക്കുകയാണ്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, സുഭാഷേട്ടാ ഇതെല്ലാം എപ്പോൾ ഒപ്പിച്ചു? ഇതൊക്കെ സംഘടിപ്പിക്കാൻ സമയമെടുത്ത് കാണുമല്ലോ,
നമ്മൾ ഉറങ്ങുന്ന വരെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഇതെപ്പോൾ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, മോളെ ഇതൊന്നും ഞങ്ങളാരും ചെയ്തതല്ല, ഇവൻ തനിയെ ചെയ്തതാണ്. ഉടനെ നമ്മുടെ സുധീഷ് എല്ലാം സ്വയം ഏറ്റെടുക്കുകയാണ്. അതെ നിധി, ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. 11 മണിക്കാണ് ഞാൻ പോയി കേക്ക് വാങ്ങിച്ചത്, അത് കൊണ്ടുവന്ന് ഇതെല്ലാം സെറ്റ് ചെയ്തു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അച്ഛൻ ഒരു പാട്ടൊക്കെ പാടി ബാത്റൂമിലേക്ക് പോകാനായി ഹാളിലേക്കൂടെ അങ്ങനെ വരുന്നത്. എന്നാൽ ഇവരെല്ലാവരെയും കൂടെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഈ നേരത്ത് എല്ലാവരും ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണെന്ന് നിധി സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഇത് കേട്ട് അച്ഛൻ പറയുന്നുണ്ട്, മോളുടെ ബർത്ത്ഡേ ആണോ ഇന്ന്? ഹാപ്പി ബർത്ത്ഡേ മോളെ. പിന്നെ ഞാനൊരു പാട്ട് പാടട്ടെ ആ സന്തോഷത്തിനെന്ന് പറയുമ്പോൾ, ഓ പാടിക്കോ എന്ന് നിധിയും പറയാണ്. ഒരു ഒഴുക്കം മട്ടിലുള്ളൊരു പാട്ട് അച്ഛൻ അങ്ങ് പാടുകയാണ്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, നികേഷ് മതിയടാ നിർത്തിക്കോളാൻ പറ, എങ്ങോട്ടെങ്കിലും ഒന്ന് പിടിച്ചു കൊണ്ടുപോ എന്ന് പറയുമ്പോൾ നികേഷ് പെട്ടെന്ന് അദ്ദേഹത്തെ പിടിച്ച് അങ്ങ് മാറ്റാനായി ശ്രമിക്കുമ്പോൾ, വിടടാ എന്നെ, ഞാൻ അങ്ങോട്ടേക്ക് ബാത്റൂമിലേക്കാണെന്ന് പറഞ്ഞ് അദ്ദേഹം ബാത്റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വരികയാണ്. ഇതേസമയം സുധീഷ് നിധിയോട് പറയുന്നുണ്ട്, നിധി ഇനി ആ കേക്ക് കൂടി നമുക്ക് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു കേക്ക് താഴെയാണ് വെച്ചിരിക്കുന്നത്. ഒന്നൊരു സ്റ്റൂളിൽ വെച്ചിട്ടാണ് അവർ കട്ട് ചെയ്തിരിക്കുന്നത്. താഴെയുള്ള കേക്ക് എടുക്കുമ്പോഴേക്കും അതിലെ വന്ന അച്ഛൻ അതിലങ്ങ് ചവിട്ടുന്നുണ്ട്. അദ്ദേഹം അത് കാണാതെ ചവിട്ടുന്നതാണ്. എന്താടാ ഒരു വഴുവഴുപ്പുള്ള സാധനം താഴെ എന്ന് പറയുമ്പോൾ എല്ലാവരും താഴേക്ക് നോക്കുവാണ്. അപ്പോഴാണ് ആ കേക്കിൽ അച്ഛൻ്റെ കാലിരിക്കുന്നത് കാണുന്നത്. എല്ലാവരും തലയിൽ കൈവയ്ക്കുന്നുണ്ട്. നികേഷ് അയ്യോ ചതിച്ചല്ലോ എന്ന് പറയുവാണ്. എന്നാൽ സുധീഷിന് ദേഷ്യം വരികയാണ്. സുധീഷ് വളരെ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനമാണ്, അത് നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് ഇങ്ങനെ സുധീഷ് ചിന്തിക്കുകയാണ്. പെട്ടെന്ന് ദേഷ്യത്തോടെ അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾക്ക് കണ്ണില്ലേ? നോക്കി വേണ്ട നടക്കാൻ എല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോ, ഞാൻ ആഗ്രഹിച്ചെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് സുഭാഷ് പറയുന്നുണ്ട്, സുധീഷ് നീ എന്തൊക്കെയാണ് പറയുന്നത്? നിർത്തിയേക്ക്, മതി, സാരമില്ല, ഒരു കേക്ക് കട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവനെ സമാധാനിപ്പിക്കുകയാണ്. എന്നാൽ സുധീഷിന് അത് സഹിക്കാൻ കഴിയുന്നില്ല. വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഇത് നമുക്ക് സന്തോഷമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമ്പോൾ എന്തിനാ വെറുതെ ഒരു വഴക്ക് ഉണ്ടാക്കുന്നത്? കേട്ട് നിധിയും പറയുന്നുണ്ട്, അതെ സുധീഷേ, ഞാനൊരു കേക്ക് കട്ട് ചെയ്തല്ലോ, ഇതും നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെയാണ്, എനിക്കിഷ്ടമായെന്ന് നിധി പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ സുധീഷിൻ്റെ മുഖത്തെ വിഷമം കണ്ട് അതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പെട്ടെന്ന് നിധി ആ കേക്ക് വീണ്ടും കട്ട് ചെയ്ത് അതിൽ നിന്നും ഒരു പീസ് എടുത്ത് വളരെ സന്തോഷത്തിലും ചിരിയോടും കൂടി സുധീഷിനോട് പറയുന്നുണ്ട്, സുധീഷേ ഈ കേക്ക് നീ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതാ? ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ചെറുതായി സുധീഷ് ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്നാൽ നികേഷ് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിയുടെ വീട്ടിലും ഇതുപോലെ രാത്രിയിലെല്ലാം കേക്ക് കട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, രാത്രിയിൽ ഇതുപോലെ 12 മണിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ കേക്ക് കട്ട് ചെയ്യും നേരം വെളുക്കുമ്പോൾ, പിന്നെ രാത്രി 12 മണിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാം വിളിച്ച് വിഷ് ചെയ്യും. ഇപ്പോൾ അതിനും സാധ്യതയില്ലല്ലോ, എൻ്റെ നമ്പറെല്ലാം മാറ്റിയില്ലേ. ഇതുപോലെ 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഇത് കേട്ട് സുധീഷ് നന്നായി ചിരിക്കുന്നുണ്ട്. അവനക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. എന്തായാലും നിധിക്ക് ഇതുപോലെ വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് ചിന്തിച്ച് വീണ്ടും നിധി പറയുന്നുണ്ട്, സുധീഷേ ഒത്തിരി താങ്ക്സ്, ഞാനിത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. രാത്രി 12 മണിക്ക് ഒത്തിരി മെഴുകുതിരികളൊക്കെ കത്തിച്ച് വെച്ച് കേക്ക് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല സുധീഷേ, ഒത്തിരി താങ്ക് യു സോ മച്ച്. ഇത് പറയാഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നിധിയുടെ ഈ സന്തോഷം കണ്ട് നമ്മുടെ സുധീഷിൻ്റെ മനസ്സ് നിറയാണ്. സുധീഷൻ ചിരിച്ചുകൊണ്ട് ഹരീഷിനെ നികേഷിനെയൊക്കെ നോക്കുകയാണ്. അങ്ങനെ സുഭാഷ് ഏട്ടൻ ബാക്കിയുള്ള കേക്ക് കൂടി എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കഴിക്ക്, എടുത്തു വെക്കാൻ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, രാവിലെ ആകുമ്പോഴേക്കും ചീത്തയായി പോയാലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കഴിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ സുധീഷ് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. സുധീഷിൻ്റെ സൗണ്ട് കേട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് നിനക്ക് കാണുന്നില്ലേ, പതിയെ സംസാരിക്കടാ എന്ന് പറയുകയാണ്. ഇത് കേട്ട് സുധീഷിൻ്റെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ കാലിൻ്റെ ചോട്ടിലായിട്ട്
എന്തോ കാണുകയാണ്. അങ്ങനെ സുധീഷ് അടുത്ത് ചെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് തലേ ദിവസം കേക്കിൽ ചവിട്ടി നടന്നപ്പോൾ അതിലുണ്ടായിരുന്ന ഹാർട്ട് അച്ഛൻ്റെ കാലിൽ പതിഞ്ഞിരിക്കുകയാണെന്ന് സുധീഷിന് മനസ്സിലായത്. അങ്ങനെ സുധീഷ് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത് കണ്ട് നികേഷും ഹരീഷും പരസ്പരം പറയുന്നുണ്ട്, ഇതെന്താ സുധീഷേട്ടന് പറ്റിയത്? അച്ഛനെ മുഖത്തേക്കാണോ എങ്ങോട്ടേക്കാണ് ഈ നോക്കുന്നത്? സൂക്ഷിച്ച് നോക്കുന്നുണ്ടല്ലോ. ഹലോ ഹലോ സുധീഷേട്ടാ എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിക്കുകയാണ്. അവരടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നോക്ക് അങ്ങോട്ട് നോക്കെന്ന് പറയുകയാണ്. കാണുന്ന സമയത്ത് രണ്ടുപേരും പൊട്ടിച്ചിരിക്കുകയാണ്. സുധീഷേട്ടാ ഇത് ആ ഹാർട്ടല്ലേ? ആ ഹാർട്ടെന്ന് പറഞ്ഞ് നമ്മുടെ സുധീഷിനെ കളിയാക്കുന്നുണ്ട്. ഇത് സുധീഷിന് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. സുധീഷ് പറയുന്നുണ്ട്, ചിരിക്കടാ നിങ്ങൾ ചിരിക്ക്. ഇതിൻ്റെ പിറകിൽ എത്രത്തോളം കഠിനാധ്വാനം ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഇന്നലെ രാത്രി ഞാൻ ആ കടയിൽ ചെന്ന സമയത്ത് ആ കടയിലുണ്ടായിരുന്നവനുണ്ടല്ലോ, അവനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല, അവന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഇതെല്ലാം ഈ ഹാർട്ട് എല്ലാം കൂടെ പറക്കുന്നത് പോലെ വേണമെടാ വരയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞു ഞാൻ. എന്നിട്ട് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും 1/2 മണിക്കൂർ 1 മണിക്കൂറെങ്കിലും ആയി കാണും ചേട്ടാ. എന്നിട്ട് അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നിരുന്നൊരു കല്ലെടുത്ത് അച്ഛൻ്റെ നേരെ എറിയാനായിട്ടാണ് തുടങ്ങുന്നത്. എന്നാൽ നികേഷും ഹരീഷും അവനെ തടുക്കുന്നുണ്ട്. വേണ്ട വേണ്ട, നീ അത് താഴെയിട്. എന്നാൽ ഹരീഷും നികേഷും ചിരി നിർത്തുന്നില്ല. ഇത് കണ്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങളിങ്ങനെ ചിരിക്കുന്നത്? എൻ്റെ മനസ്സിൽ എന്താ ഇപ്പോൾ ഉള്ളതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, അല്ല ആ ഹാർട്ട് അവരുടെ കാലിനടിയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ചിരിക്കല്ലാതെ എന്താ ചെയ്യുന്നേ? എന്നാൽ ഇത് വീണ്ടും കാണുന്ന സുധീഷിനും ദേഷ്യം തന്നെ വരുന്നത്. പെട്ടെന്ന് ഓടിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ബക്കറ്റിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതെടുത്ത് ഓടി വരുവാണ്. അവർ തടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ സുധീഷ് നിർത്തുന്നില്ല. അത് പെട്ടെന്ന് ഉറങ്ങിക്കിടക്കുന്ന അച്ഛൻ്റെ കാലിലേക്ക് അങ്ങ് ഒഴിക്കുകയാണ്. അച്ഛൻ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. എന്താടാ ഈ ചെയ്യുന്നത്? നീ എന്നെ ഉണർത്താനാണ് ഈ ചെയ്യുന്നതെങ്കിൽ എൻ്റെ മുഖത്തേക്കല്ലേ വെള്ളം ഒഴിക്കേണ്ടത്? ഉറങ്ങിക്കിടക്കുന്നവൻ്റെ കാലിലേക്ക് എന്തിനാടാ വെള്ളം ഒഴിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ ആഗ്രഹിച്ച് നിധിക്ക് വേണ്ടി വാങ്ങിയ കേക്കിൽ നിങ്ങൾ ചവിട്ടിയില്ലേ? ഇത് കേട്ട് അച്ഛൻ പറയുന്നുണ്ട്, എടാ ആഗ്രഹിച്ച് വാങ്ങിയതെങ്കിൽ അത് മുകളിൽ എടുത്തു വെക്കണമായിരുന്നു. താഴെ വെച്ചത് കൊണ്ടല്ലേ ഞാനതിൽ ചവിട്ടിയത്. നോൺസെൻസ് കൺട്രി ഫുൾ എന്നൊക്കെ പറഞ്ഞ് 2 ഡയലോഗൊക്കെ പറഞ്ഞ് അച്ഛൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞതും ഹരീഷും നികേഷും ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് സുധീഷ് വരുന്നുണ്ട്. എടാ ഇന്നലെ സുധീഷേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചില്ലേ, കലക്കിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സുധീഷേട്ടൻ പറഞ്ഞത് ശരിയാണ്, ഇന്നലെ കലക്കി. ഇത് കേട്ട് ഹരീഷും പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇത്രയും നാളായിട്ട് ഇത്രയും വൃത്തിക്ക് ഒരു കാര്യവും സുധീഷേട്ടൻ ചെയ്തു തീർത്തിട്ടില്ല. ഇന്നലെ എന്തായാലും സൂപ്പറായിരുന്നു. എന്തായാലും രാത്രി 12 മണിക്ക് എന്നെ വിളിച്ചുണർത്തിയത് അത് ഞാൻ എന്തായാലും ക്ഷമിക്കാൻ പോകുന്നില്ല. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്നും 9 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ 5 മണിക്കാണോ എഴുന്നേൽക്കാറ്? രാത്രി ഉറങ്ങാൻ നേരം നിൻ്റെ നീതു വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ ഫോൺ വെക്കുന്നത് രാത്രി 2 മണിക്കല്ലടാ, അതിന് ശേഷമല്ലേ നീ കിടന്നുറങ്ങുന്നത്? പിന്നെ നീ വലിയ വർത്തമാനമൊന്നും പറയണ്ട എന്ന് പറയാണ്. ഇത് നികേഷും ശരി വെക്കുന്നുണ്ട്. അത് സുധീഷേട്ടൻ പറഞ്ഞത് ശരി തന്നെ. ഈ ഏട്ടൻ 2 മണിക്കൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. ആരും അറിയില്ലെന്നാ കരുതുന്നത്, പക്ഷേ എല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട്. കേട്ടോടാ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് കളിയാക്കി ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ എല്ലാവർക്കുമുള്ള പായസമായിട്ട് വരികയാണ്. അവർക്ക് സന്തോഷമാവുന്നുണ്ട്. എല്ലാവരും പായസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഇന്നത്തെ സ്പെഷ്യല് നിധിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിരിക്കുമല്ലേ ഈ പായസം എന്ന് ചോദിക്കുകയാണ്. അതെ എന്ന് സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്. ഇതുപോലെ എൻ്റെ ജീവിതത്തിലും പല നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. എനിക്ക് ജോലി കിട്ടിയത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അപ്പോഴൊന്നും സുഭാഷ് ഏട്ടൻ ഇങ്ങനെ മധുരം വെച്ച് തന്നിട്ടില്ല. പക്ഷേ അനിയത്തിക്കൊരു നല്ല കാര്യം വന്നപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് പോയി പായസം വെച്ചിരിക്കുന്നു എന്ന് സുധീഷ് പറയാണ്. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, നീ അങ്ങനെ പറയൊന്നും വേണ്ട സുധീഷ് ഏട്ടാ, നിനക്ക് ജോലി കിട്ടിയ കാര്യം, ആദ്യമായി ശമ്പളം കിട്ടിയ കാര്യമൊന്നും സുഭാഷ് ഏട്ടനോട് വന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നായി അല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഡോറ് തുറന്ന് നിധി അങ്ങോട്ട് വരുന്നുണ്ട്. നിധിയെ കണ്ടതും നിധിക്കും ഒരു ഗ്ലാസ് പായസം എടുത്ത് സുഭാഷ് ഏട്ടൻ കൊടുക്കുവാണ്. ഇത് കണ്ട് നിധി സന്തോഷത്തോടെ, പായസമോ സുഭാഷ് ഏട്ടാ, എന്താ ഇന്ന് പായസം വെക്കാനെന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ
സുധീഷ് പറയുന്നുണ്ട്, ഇന്ന് നിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് സുഭാഷ് ഏട്ടൻ വെച്ചതായിരിക്കുമെന്ന് നീ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഞാൻ സുഭാഷ് ഏട്ടനോട് പറഞ്ഞു ഇന്ന് ബർത്ത്ഡേ അല്ലേ, കുറച്ച് പായസം വെക്കാമായിരുന്നു എന്ന്. അതുകൊണ്ടാണ് സുഭാഷ് ഏട്ടൻ വെച്ചതെന്ന് പറയുമ്പോൾ എല്ലാവരും പരസ്പരം നോക്കുവാണ്. നിധിക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. എന്തായാലും ഇന്നലെ രാത്രി നമ്മൾ കട്ട് ചെയ്ത കേക്കിൻ്റെ അത്രയൊന്നും വരില്ല, എന്നാലും കുഴപ്പമില്ല എന്നിങ്ങനെ പായസം കുടിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ്. എന്നാൽ നിധി പായസം കുടിച്ചിട്ട് സൂപ്പറായിട്ടുണ്ട് സുഭാഷ് ഏട്ടാ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ബർത്ത്ഡേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. രാത്രി 12 മണിക്ക് കേക്ക് കട്ട് ചെയ്ത് അതിലും വലിയ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് നിധി സന്തോഷത്തോടെ ചിരിക്കുകയാണ്. മോളെ, ഇവൻ കുറച്ച് മുന്നേ ഈ ബർത്ത്ഡേയുടെ വിവരം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിനക്കൊരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചേനെ എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് മാഡത്തിന് പിടിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എടാ സുധീഷ്, നീ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പറയാതിരുന്നത് മറ്റൊന്നും കണ്ടല്ല, ഡ്രസ്സ് മേടിച്ചാൽ അത് നിധിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ലല്ലോ, അതാണ് മിണ്ടാതിരുന്നതെന്ന് പറയുകയാണ്. പെട്ടെന്ന് നിധി പറയുന്നുണ്ട്, എവിടെ ഡ്രസ്സ്, നോക്കട്ടെ, തന്നോളൂ എന്ന് പറയാണ്. ഇത് കേട്ട് നമ്മുടെ സുധീഷിനെ ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിധി ഒരിക്കലും അത് സ്വീകരിക്കില്ല എന്നാണ് സുധീഷ് പ്രതീക്ഷിച്ചിരുന്നത്. വേഗം അത് തന്നോളൂ എന്ന് പറഞ്ഞ സമയത്ത് സുധീഷ് ഓടിച്ചെന്ന് റൂമിൽ നിന്നും ആ ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വരുവാണ്. ഇത് നിധി, ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഈ കളർ നിനക്ക് ചേരുമോ എന്ന് എനിക്കറിയില്ല, എനിക്ക് നിനക്ക് പറ്റുമെന്ന് തോന്നിയ ഒരു കളർ ഞാൻ എടുത്തു. എന്തായാലും നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ എന്ന് പറയുന്നുണ്ട്. നിധിയ പെട്ടെന്ന് തന്നെ ആ ബോക്സ് തുറന്ന് നോക്കുന്നുണ്ട്. അതിലൊരു സാരിയാണ്. ആ സാരി നിധിക്ക് വളരെ ഇഷ്ടപ്പെടുകയാണ്, അതിൻ്റെ നിറവും ഡിസൈനും എല്ലാം. കണ്ടത് നിധി പറയുന്നുണ്ട്, ഒരുപാട് ഇഷ്ടമായി എനിക്ക്, നന്നായിട്ടുണ്ട് സുധീഷ് എന്ന് പറയുമ്പോൾ സുധീഷിൻ്റെ മനസ്സ് നിറയുകയാണ്. അങ്ങനെ നിധി ആ സാരിയുമായി റൂമിലേക്ക് കയറി ഡോറ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ സുധീഷ് ഡാൻസ് ചെയ്യാണ്. അതുകൊണ്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. എന്താ സുധീഷ് ഏട്ടാ, നിലത്തൊന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് നികേഷ്. അതേടാ, എനിക്ക് സന്തോഷം കൊണ്ടാണ്. ദേ നിധി കണ്ടില്ലേ, ഞാൻ കൊടുത്തതും ആ ഗിഫ്റ്റ് സ്വീകരിച്ചില്ലേ, വേറെ എന്ത് വേണമെടാ, അത് തന്നെ മതി എനിക്ക്. പക്ഷേ ആ ഗിഫ്റ്റ് മാറ്റി ഏട്ടത്തി റൂമിലേക്ക് പോയി ഡോർ അടച്ചല്ലോ, അതെന്തിനായിരിക്കുമെന്ന് ചോദിക്കുകയാണ് നികേഷ്. അതെന്തിനെങ്കിലും ആവട്ടെടാ, പക്ഷേ ഞാൻ ആ സാരി കൊടുത്തപ്പോൾ അത് സ്വീകരിച്ചില്ലടാ, അവളുടെ സന്തോഷം നീ കണ്ടതല്ലേ, ഇതിലും ഇതെനിക്ക് എന്ത് വേണമെടാ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും സുധീഷ് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ട് എല്ലാവരും നിധിയുടെ റൂമിനടുത്തേക്ക് നോക്കുവാണ്. സുധീഷ് ഗിഫ്റ്റായി കൊടുത്ത ആ സാരി ധരിച്ച് നിൽക്കുന്ന നിധിയെ കണ്ട് നമ്മുടെ സുധീഷിൻ്റെ കണ്ണങ്ങ് തള്ളുന്നുണ്ട്. നിധി ആ സാരി ഉടുത്തു വന്നപ്പോൾ വളരെ സുന്ദരിയായിരിക്കുന്നു. പെട്ടെന്ന് നിധി സുധീഷിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്? സുധീഷിനത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നോടാണോ നിധി ചോദിച്ചത്? അതെ, ഈ സാരി എനിക്ക് വാങ്ങിച്ചു തന്നത് നിങ്ങളല്ലേ, അപ്പം ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കേണ്ടത്. എങ്ങനെയുണ്ടെന്ന് വീണ്ടും നിധി ചോദിക്കുകയാണ്. സൂപ്പറായിട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചതിലും സൂപ്പറായിട്ടുണ്ടെന്ന് സുധീഷ് പറയുന്നു. ഇത് കേട്ട് താങ്ക് യു എന്ന് നിധിയും പറയുന്നുണ്ട്. നിധി വീണ്ടും സുഭാഷ് ഏട്ടനോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സുഭാഷ് ഏട്ടാന്ന് ചോദിക്കുകയാണ്. നന്നായിട്ടുണ്ട് മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സുധീഷിന് മനസ്സിൽ സന്തോഷം അടക്കി വയ്ക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് പതിയെ പുറത്തേക്ക് ഓടുകയാണ്. എന്നിട്ട് മുറ്റത്ത് നിന്ന് ആരും കാണാതെ ഡാൻസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് തന്നെ വരുവാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, മോളെ നിധി, നിൻ്റെ ബർത്ത്ഡേ ഇല്ലേന്ന്, ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വാ. എടാ സുധീഷേ, നീ മോളെയും കൊണ്ടൊന്ന് അമ്പലത്തേക്ക് പറയുമ്പോൾ സുധീഷിന് ഒത്തിരി സന്തോഷമാവാണ്. താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം കാര്യങ്ങളൊക്കെ നടക്കുവാണല്ലോ. അതിനെന്താ സുഭാഷ് ഏട്ടാ, ഞാൻ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നിധി, എടാ നികേഷ്, നീയും കൂടി വാ, നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് പറയുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഏയ് വേണ്ട ഏട്ടത്തി, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോ എന്ന് പറയുമ്പോൾ, നീ കുളിച്ചതല്ലേ, പിന്നെ എന്താ അമ്പലത്തിൽ പോയാൽ, നമുക്ക് 3 പേർക്കും കൂടി ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് നികേഷിനെയും കൂട്ടിക്കൊണ്ട് അവർ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിലെത്താനായപ്പോൾ പെട്ടെന്ന് നികേഷ് പറയുന്നുണ്ട്, അതെ ഏട്ടത്തി, ഞാൻ അർച്ചനത്തട്ട് വാങ്ങാൻ മറന്നു, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ശരി എന്ന് നിധി പറയുകയാണ്. പെട്ടെന്ന് നികേഷ് പതിയെ സുധീഷിനോട് സ്വകാര്യം പറയുന്നുണ്ട്, സുധീഷേട്ടാ, ഞാൻ സുധീഷേട്ടന് വേണ്ടിയാണ് ഈ പോകുന്നത്. ഞാൻ അർച്ചനത്തട്ട് കുറച്ച് വൈകിയാണ് വാങ്ങിച്ച് പതിയെ വരത്തുള്ളൂ. അപ്പോഴേക്കും